കേരള നിയമസഭയുടെ വളരെ എക്സ്ക്ലൂസീവായ ചാനലാണ് സഭ ടി വി. ആ സഭ ടി വി ആദ്യമായി സഭാ ടോക്ക് എന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രമുഖരുമായുള്ള ടോക്ക് ഷോ സംഘടിപ്പിക്കുകയാണ്. ഈ ടോക്ക് ഷോയിൽ നമ്മൾ ഏറെയും ആദരിക്കുന്ന, ലോകത്തെ എവിടെ എല്ലായിടത്തുമുള്ള മലയാളി ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കഥകളുടെ ചക്രവർത്തി ടി പപ്പേട്ടനാണ് ഇന്ന് പങ്കെടുക്കുന്നത്. പപ്പേട്ടൻ സഭാ ടോക്കിൽ പങ്കെടുക്കുക എന്നുള്ളത് കേരള നിയമസഭയ്ക്കും സഭ ടി വിക്കും ഒരു അംഗീകാരമാണ്. വളരെ അധികം യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പേട്ടനെ കേരള നിയമസഭയ്ക്ക് വേണ്ടിയും സഭാ ടി വിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ നന്ദി. പപ്പേട്ട, നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ ഷംസീർ സാർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഔദ്യോഗികമായിട്ട് ഞാനും കൂടെ അങ്ങേ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായ, വളരെ ഒരു സ്വകാര്യ സംഭാഷണം പോലെ, വളരെ ഒരു സൗഹൃദ സംഭാഷണം പോലെ അങ്ങയുടെ എഴുത്തിലേക്കും അതുപോലെ ജീവിതത്തിലേക്കും ഒരു തിരിഞ്ഞു നോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങ് ആത്മകഥ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് ആത്മാന്വേഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ അങ്ങയുടെ വായനക്കാർക്ക് അറിയാനുള്ള കൗതുകം ഉണ്ടാവും. സഭാ ടി വിക്ക് ഇത് വളരെയധികം താല്പര്യമുണ്ട്. ഇത് ഒന്ന് സംപ്രേഷണം ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് വലിയൊരു താല്പര്യമാണ്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങയെ ക്ഷണിച്ച് വന്നിരിക്കുന്നത്. ആദ്യമായി അങ്ങയെ അഭിനന്ദിക്കുകയാണ്. നിയമസഭാ അവാർഡ് 2023 ആദ്യത്തെ പുരസ്കാരം അങ്ങേക്ക് ലഭിച്ചു. അതിനുള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന്, അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു? സാറിപ്പം പറഞ്ഞല്ലോ, ദാരിദ്ര്യം എന്നുള്ളത് അറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയുള്ളവർക്ക് മനസ്സിലാവില്ല. പണ്ടത്തെ പോലത്തെ ദാരിദ്ര്യം ഇന്നില്ല. ദാരിദ്ര്യമുണ്ട്, പണ്ടത്തെ പോലെയില്ല. ഞാൻ പഠിക്കുമ്പോൾ എലിമെൻ്ററി സ്കൂൾ 5ാം ക്ലാസ് വരെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ പോകാത്ത ഏക വിദ്യാർത്ഥിയാണായിരുന്നു. അടുത്ത വീട്ടിലെ കിണറ്റിലെ വെള്ളം കൊണ്ട് അത്ര വിഷമാണ്. ഉച്ചയ്ക്ക് രാവിലെയും രാത്രിയും ഒക്കെ ഏതാണ്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു. പിന്നെ അച്ഛനെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ നല്ല നിരക്കായിരുന്നു. മദ്രാസ് റവന്യൂ സർവീസിൽ നല്ല പെട്ടെന്നുള്ള മരണമാണ്. അമ്മ അച്ഛൻ്റെ ഒന്നിച്ചും മദിരാശി ടൗണ് സമീപ പ്രദേശങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടും. എത്രാമത്തെ ഒടുവിലത്തെ മകനെ. ശരി. എത്രാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കും? എനിക്ക് തോന്നുന്നത് 40 ചില്ലാനേ ആയിട്ടുള്ളൂ. ശരി. അങ്ങേക്ക് എത്ര വയസ്സുള്ള ചെറിയ കുട്ടിയെ? ഓർമ്മയില്ലാത്ത ഒരു സങ്കല്പവുമില്ല അച്ഛൻ എന്ന രൂപത്തെക്കുറിച്ച്. ഒരു സങ്കല്പം ഓർമ്മയിൽ ഒന്നുമില്ല, കണ്ട ഓർമ്മയേ ഇല്ല. പിന്നെ അമ്മയാണ് വളർത്തിയത്. എത്ര മക്കളാ പപ്പേട്ട? 4 പേര്. ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പോൾ അന്ന് കാലത്തെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയായിരുന്നു. പൊതുവെ ഇത്തിരി കടുപ്പമായിരുന്നു. പിന്നെ ഈ വിശപ്പ് ഒതുക്കിയത്, തീർത്തത് വായന ഉണ്ടാകും അത്ര ചെറുപ്പത്തിലേ. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലം. എല്ലാ വീട്ടിലും പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യും. എല്ലാ വീട്ടിലും വായന കൂടുതലും സ്ത്രീകൾക്കായിരുന്നു. അഭ്യസ്തവിസ്തരല്ലാത്ത ഒരു സ്ത്രീയും ഇല്ല. അവർക്ക് ധാരാളം സമയം വായിക്കാൻ അന്ന് കിട്ടുമായിരുന്നു. അന്ന് കാലത്തൊക്കെ അവർ സമയം ഉണ്ടാക്കും വായിക്കാൻ വേണ്ടി. സമയമാണ് ഏറ്റവും അധികം വായിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ കസിൻ സിസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചതാണ്. പകുതി വായിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ആരെങ്കിലും എടുക്കുന്ന വെച്ചിട്ട് എവിടെയെങ്കിലും പുസ്തകം ഒളിപ്പിച്ച് വെക്കും. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ജീവിച്ച വളർന്നത്. ഈ വായന കൊണ്ട് വിശപ്പ്. ഇപ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക്
എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം, ഒരു കുട്ടി സ്കൂളിലേക്കുള്ള ചോറ്റുപാത്രം ഇല്ലാതെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് മറ്റുള്ള കൂട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മാനസികാവസ്ഥ എന്തായാലും? സ്കൂളിൽ ഒരു കുട്ടിയും ചോറ്റുപാത്രം കൊണ്ടുവരുമോ, ഭക്ഷണം അവിടുന്ന് കഴിക്കുകയില്ല. എല്ലാവരും വീട്ടിൽ പോയി ഉച്ചയ്ക്ക് അടുത്തടുത്ത് ആരും ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോവില്ല. പോയിട്ടെന്താ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകാറില്ല. വൈകിട്ട് അപ്പോൾ ഒരു മനപ്രയാസത്തോടു കൂടി ആവും വീട്ടിലേക്ക് ചെല്ലുന്നത്. അതായത് അവിടെ ചെന്നാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു ആശങ്ക മനസ്സിലുണ്ടാവും. എന്തെങ്കിലും കാണും. അമ്മ ഒന്നുമില്ലെങ്കിൽ ഇപ്പം മാങ്ങയുടെ കാലാണെങ്കിൽ പഴുത്ത മാങ്ങ വളപ്പിൽ വീണിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, സൂക്ഷിച്ചു വെക്കും. അപ്പം അമ്മ വല്ലാതെ അമ്മ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് അച്ഛൻ്റെ സാന്നിധ്യം അറിയിക്കാതെ അമ്മ മക്കളെ വളർത്തുകയും പ്രത്യേകിച്ച് അങ്ങേ നന്നായി പരിപാലിച്ച് പഠിപ്പിച്ച് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയെ പറ്റിയുള്ള എന്തൊക്കെയാണ്, അമ്മയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? അമ്മയെപ്പോലെ ഇത്രയും ബ്രോഡ് മൈൻഡായ ഒരു സ്ത്രീയെ ജാതി മത ഒരു വ്യത്യാസവുമില്ല. മറ്റുള്ളവരോട് ഏറ്റവും ബ്രോഡ് മൈൻഡ്, മാഗ്നാനിമസ്. ഞാൻ SSLC ഒക്കെ കഴിയുമ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ജ്യേഷ്ഠൻ സ്വപരിശ്രമം കൊണ്ട് നല്ല നിലയിൽ വളരെ. അപ്പോൾ അമ്മയുടെ ആ ഒരു വിജ്ഞാന ദാഹം പറഞ്ഞു തരാം. ഞാൻ ലോ കോളേജിൽ പഠിക്കാൻ മദ്രാസിൽ 3 കൊല്ലം. ആ സമയത്ത് അമ്മ ജ്യേഷ്ഠനെയും കൂട്ടിയിട്ട് മദ്രാസ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും പണ്ട് ഭർത്താവിൻ്റെ ഒന്നിച്ച് താമസിച്ച സ്ഥലങ്ങൾ മുഴുവൻ കാണാൻ വന്നു. പിന്നെ അമ്മ അന്ന് കഷ്ടിച്ച് ഹിന്ദു വായിക്കുമായിരുന്നു. തിരുവിതാംകൂറിൽ അതൊരു പ്രശ്നമല്ല. മലബാറിൽ ആ പഴയ കാലത്തൊരു സ്ത്രീ ഹിന്ദു, നമ്മൾ ബാക്കി മക്കൾ അമ്മേനെ ഇങ്ങനെ ഒന്ന് തമാശയാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കെ കൊടുത്ത് അമ്മേനെ കൊണ്ട് വായിപ്പിക്കും. തട്ടിമുട്ടിയിട്ടാണ് വായിക്കുള്ളൂ. പിന്നെ അമ്മയുടെ ഈ ജാതിയുടെ ഇല്ല മതത്തിൻ്റെ ഇല്ല. അമ്മേൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് സ്ത്രീയും ഒരു പിന്നോക്ക ജാതി സ്ത്രീയുമായിരുന്നു. അവർ കാണുമ്പോൾ ഈ പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളും കളിക്കുന്ന മാതിരി കെട്ടിപ്പിടിച്ചിട്ടാണ് കളിക്കുക. അത് അന്ത്യം വരെയും ആ സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ മതത്തിൻ്റെ പറഞ്ഞു തരാം. തെക്കേ മലബാറിൽ മുസ്ലിങ്ങൾ പാവപ്പെട്ടവർ ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതിനൊരു വിഷമവുമില്ല. വടക്കേ മലബാറിൽ മരിച്ചു പോയാലും പരസ്യമായിട്ട് ഒരു മുസ്ലിം ഹിന്ദു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. പരസ്യമായിട്ട്. റജബ് എന്നും മൊയ്തീൻ എന്നും പേരായ 2 മുസ്ലിം ജോലിക്കാർ പശുവിന് വൈക്കോല് കൊണ്ടുവരിക, വിറക് മുറിക്കുക. അന്ന് സ്റ്റൗവൊന്നുമില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പണിയായിട്ട് പാവങ്ങളാണ് അവർ. വീട്ടിലെ മെമ്പർമാരെ പോയ വീട്ടിലെന്താ ഭക്ഷണം കഴിക്കുന്നത് അത് അവർക്ക് കൂട്ട്. ഈ വളപ്പിൽ 1 ഏക്കറിലധികമുള്ള പുരയുടെ പറമ്പ. വളപ്പിൽ ഈ തെങ്ങ് നടാനൊക്കെയുള്ള കുഴി ഉണ്ടാവും. ഒരു കുഴി അമ്മയും അമ്മാമനും അടിച്ച് വാരി ചാണകം മെഴുകി വീട്ടിലകം പോലെ ഭംഗിയാക്കി വെക്കും. ഈ റജബും മൊയ്തീനും അതിൻ്റെ അകത്ത് ഇരിക്കും. ഒരാളും കാണില്ല ദൈവം ഒഴികെ. വേറെ ആരും സുഖമായി നമ്മളെന്താ കഴിക്കുന്നത് അത് അവരും കഴിക്കും. ഒരു വിഷമമില്ല. ജാതിമത വ്യത്യാസമേ ഒരളവ് വരെ അതെനിക്കും ചെറുപ്പത്തിലേ വിട്ട്. ഒരളവ് ആ കാലഘട്ടത്തിൽ അത് അസാധ്യമായി. അയ്യോ, സങ്കല്പിക്കാൻ കഴിയും. ഞങ്ങളുടെ കഴിയും. ഗ്രാമം എന്ന് പറഞ്ഞാൽ സവർണരുടെ മാത്രം ഒരു അഗ്രഹാരം. അവിടെയാണ് താമസിച്ചത്. പള്ളിക്കുന്നിലാണല്ലോ ബാല്യകൗമാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പള്ളിക്കുന്നായിട്ട് എങ്ങനെ ബന്ധം? പിന്നീട് അവിടെ ഇന്ന് വരെ പള്ളിക്കുന്ന നായന്മാരുമായിട്ട് എനിക്ക് ബന്ധമില്ല. അവരെന്നെ അംഗീകരിച്ചു. ജനിച്ചത് അവിടെയാണ്. ജനിച്ചതും ഹൈസ്കൂൾ വരെ പഠിച്ചതും ഒക്കെ അവിടെ തന്നെ. പക്ഷേ വളരെ കുട്ടിക്കാലത്തെ എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ അതിർത്തി, പറമ്പിൻ്റെ കിഴക്കേ അതിർത്തിയും
ജയിൽ ക്വാർട്ടേഴ്സ്, റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിൻ്റെ പടിഞ്ഞാറ് അതിർത്തി ഒന്നാണ്. വീടിന് നേരെ മുമ്പിൽ ജയിലായിരുന്നു. ജയിലാണ്. വളരെ ഉയർന്ന മതിലുകളാണ്. ഇത് പിന്നെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിന് ഈ ഉയർന്ന മതിലൊന്നുമില്ല, ചെറിയ മതിലില്ല, ഉയർന്ന മതിലില്ല. അപ്പോൾ ഞാൻ അവിടത്തേക്ക് അങ്ങോട്ട് പോവുക. എൻ്റെ കളി കൂട്ടുകാർ, വെറുതെയുള്ള നടത്തമൊക്കെ. അന്ന് ഒരു വാർഡർക്ക് ശമ്പളം 7 രൂപ, വിദ്യാഭ്യാസമൊന്നും വേണ്ട. അവർ കയ്യൊപ്പ് ഇങ്ങനെ ഇട്ടിട്ടാണ് ശമ്പളം വാങ്ങുക. തമിഴനുണ്ട്, തെലുങ്കനുണ്ട്, കർണാടകക്കാരനുണ്ട്, മലയാളം. അവിഭക്ത മദ്രാസ് സ്റ്റേറ്റ്, പഴയ മദ്രാസ് സ്റ്റേറ്റ്. അപ്പോൾ ഒന്നിച്ചുള്ള മിക്കവരും എഴുത്തും വായന അറിയാത്ത അച്ഛന്മാരുടെ മക്കളാണ്. അവരൊന്നിച്ചൊരു തരം കാട്ടുകാലിയായിട്ട് ഞാൻ വളർന്നിനെ. പക്ഷെ അപ്പോഴും എനിക്ക് വായന. പിന്നെ സെൻട്രൽ ജയിലിൽ കണ്ണൂർ 1-ാം തരം ഒരു ലൈബ്രറി കിട്ടും. അവിടുന്നും എനിക്ക് ബുക്ക് കിട്ടും. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പരിചയക്കാരും ഈ നായന്മാർ നാട്ടുകാരും ഉണ്ട്. അവർ മുഖാന്തരം ബുക്ക് കൊണ്ടുവന്ന് അത് വായിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ 100 മികച്ച പുസ്തകങ്ങൾ, എൻ്റെതല്ല, ലോകത്തിലെ പല മാന്യന്മാർ അവിടെ സംഭാവന ചെയ്തു പഴയ ഓർമ്മക്ക്. കോളേജ് വിദ്യാഭ്യാസം 4 കൊല്ലം അവിഭക്ത മദ്രാസിൻ്റെ മംഗലാപുരം ലോ കോളേജ് മദ്രാസ്. ഇത് മാംഗ്ലൂർ സൗത്ത് കാൻഡർ. അവിടെ 4 കൊല്ലം ഡിഗ്രി പഠിച്ചത് അവിടെ. സ്കൂള് 2 സ്ഥലത്ത്, പള്ളിക്കുന്നിൽ പഠിച്ചിട്ടുണ്ട്. അത് എലിമെൻ്ററി 5-ാം ക്ലാസ്, മറ്റേത് ചെറക്കൽ രാജാസ് ഹൈസ്. അപ്പോൾ അവിടെ താമസം മാറിപ്പോയോ? അത് താമസമല്ല, 2 കിലോമീറ്റർ. ഈ അഗ്രഹാരങ്ങളും പരിസരങ്ങളും ഒരുപാട് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ? ജയിൽ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളാണ് പ്രധാനമായും. ഞാൻ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിൽ വാർഡർമാർ, നിരക്ഷരരായ ജയിൽ വാർഡർമാരുടെ മക്കളുമായിട്ടുള്ള സഞ്ചാരം. ഞാൻ പടിഞ്ഞാറോട്ട് നായന്മാരുടെ അഗ്രഹാരത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുടുസ് മനസ്ഥിതിയുള്ള ഒരുത്തനായി മാറുമായിരുന്നു. പിന്നെ അവിടുന്ന് ഈ ഒരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെ മാറാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒന്ന്, സ്വതവേ കുട്ടിക്കാലത്തെയും ഉള്ള എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയ, അന്നേ എനിക്കറിയാം നാരദ ഗുരു ആരാണ്, ചട്ടമ്പി സ്വാമി ആരാണ് എന്നൊക്കെ അന്നേ അത്ര ചെറുപ്പത്തിലേ വായിക്കുന്നുണ്ട്, അത്ര ചെറുപ്പത്തിൽ. പിന്നെ ഞാൻ പഠിച്ച മംഗലാപുരം 4 കൊല്ലം. തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, കർണാടകക്കാരനുണ്ട്, മലയാളിയുണ്ട്. അതിലും വലിയൊരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയർ എവിടെ കിട്ടുക? ഈ എഴുത്തിൻ്റെ യാത്ര ശരിക്കും ആരംഭിക്കുന്നത് 1948-ലാണ്. അത് ആദ്യം തന്നെ കുറ്റവാളി എന്നൊരു ചെറുകഥയാണ് എഴുതിയത്. എന്തായിരുന്നു അതിൻ്റെ പ്രമേയം? ഓർമ്മ ഉണ്ടോ? നല്ല ഓർമ്മയുണ്ട്. എന്ന് പറയാൻ പറ്റുമോ? ഞാനന്ന് സ്കൂൾ ഫൈനൽ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്. ഏത് സ്കൂളിൽ? രാജാസ് ഹൈസ്കൂള്, ചെറുക്കല വലിയ രാജാവ് സ്ഥാപിച്ച. അത് 100 കൊല്ലം കഴിഞ്ഞ്. 100 കൊല്ലം ഞാനിങ്ങനെ ആവശ്യമില്ലാതെ കണ്ടും യാത്ര ചെയ്യുന്നവനാ. റെയിൽവേ സ്റ്റേഷനിൽ പോവും, ബസ് സ്റ്റാൻഡിൽ പോവും, സിനിമാ തിയേറ്ററിൽ പോവും. ഞാൻ സിനിമ കാണാൻ ആയിരിക്കില്ല, വെറുതെ അവിടെ പോവുക. ഈ ആളുകളുടെ ഈ വെപ്രാളം, ഓടി വരിക, ടിക്കറ്റ് എടുക്കുക. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഓടി വരിക, അപ്പോൾ വണ്ടി ഇളകിയിട്ടുണ്ടാവും, ആ വേജാറ്. ഇങ്ങനെ ഇതൊക്കെ കണ്ട് കുറേ നേരം നിൽക്കും. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ പോയതാണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ തെക്കേ അറ്റത്താണ് റെയിൽവേ പോലീസിൻ്റെ അവിടെ കുറേ ആൾക്കൂട്ടും ബഹളമൊക്കെ കണ്ടു. അവിടെ വെറുതെ ഒരു കൗതുകം കൊണ്ട് നമ്മൾ എന്തായത്. അപ്പോൾ ഒരു പയ്യനായിരിക്കണം, ഞാൻ ആളെ കാണുന്നില്ല. ഉള്ളുന്നുള്ള ഭയങ്കര നിലവിളി, കരച്ചിൽ, ചെയ്യല്ലേ, അടിക്കല്ലേ, കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുകളോട് അവിടെ എനക്ക് മുമ്പേ അവിടെ എത്തി ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചവരോട് അന്വേഷിച്ചപ്പോഴേ പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി വിടുന്നതിനിടയ്ക്ക് ഒരു പോക്കറ്റടി നടന്നു. ഈ പയ്യനാണ് എടുത്തത്, പോക്കറ്റ് അടിച്ചത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരെ പിടിച്ചിട്ട് ആഫീസിലേക്ക് കൊണ്ടുപോയി. അവിടുന്നാണ് ഈ മർദ്ദനം. ഇത്രേ എനിക്ക് അനുഭവം. ഞാനതിങ്ങനെ അന്ന് രാത്രി ഇങ്ങനെ ആക്കി, ഇവൻ സത്യത്തിലെടുത്തിട്ടുണ്ടാകും, സത്യത്തിലെടുത്തിട്ടുണ്ടാകും. എടുത്താലും ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പലതും ആലോചിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു കഥയായി.
കഥ എഴുതണമെന്നോ അങ്ങനെ യാതൊന്നുമില്ല. എൻ്റെ ചുറ്റുപാടിൽ ഒരാളും ഇങ്ങനെ നമ്മളെ നാട്ടിൽ കഥയോ കവിതയോ ഒന്നും എഴുതുന്നവരൊന്നുമില്ല. ഇതങ്ങ് ആയവസ്ഥക്ക് ഇനി എന്താ വേണ്ടത്? അപ്പോൾ കണ്ണൂരിൽ നിന്ന് അന്ന് വളരെ നല്ല നിലയിൽ നവയുഗം എന്ന് പറഞ്ഞ ഒരു വാരിക എത്രയോ കൊല്ലമായിട്ട് നടന്നു. അതിൻ്റെ പത്രാധിപതി AKGയുടെ കസിന കടത്തനാട്ട് മാധവിയമ്മ എന്ന് പറഞ്ഞ അക്കാലത്തെ പ്രശസ്തയായ കവയിത്രിയുണ്ട്. അവരുടെ ഭർത്താവ് AKGയുടെ അമ്മയുടെ സഹോദരിയുടെ മകൻ ഒരു ദിവസം ഇതിൻ്റെ സ്ക്രിപ്റ്റും കൊണ്ട് ആ ആഫീസ് കയറി അവിടെ മുമ്പിൽ ഈ AK കുഞ്ഞിഷ്ടം നമ്പ്യാർന്ന് അയാളും ആ മുമ്പിൽ വെച്ച് ഞാനിങ്ങോട്ട് വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴിത് കണ്ടു. അപ്പോൾ എൻ്റെ ജയിലിലെ ഒരു സ്നേഹിതൻ വാട്ടറമോൻ, എഴുത്തറിയാത്ത ആളുടെ മകൻ, എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. അവരൊന്നും സ്കൂളിലൊന്നും പോകുന്നില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് തന്നെ അവരുമായിട്ട് തന്നെ എന്നോട് സ്വകാര്യം ചോദിച്ചു, എടാ ഇത് എവിടുന്നാ എടുത്തത്? അതൊരു ദുഷ്ടബുദ്ധിയോടുള്ള ചോദ്യമല്ല. ഇതൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും എടുക്കുന്നത് ഇങ്ങോട്ട് ഇത് നീ എവിടുന്നാ എടുത്തത്? നവയുഗത്തിൽ പിന്നെയും 2 അവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. യാത്രാനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വിദേശ യാത്രകൾ പറയാനുണ്ട്. എത്ര ഉദ്ദേശം, എത്ര രാജ്യങ്ങൾ? അമേരിക്കയിൽ 2 തവണയായിട്ട് ടോട്ടൽ 3 മാസം ടോട്ടൽ. 1971 പിന്നെ 1981. ഒന്നും ബാക്കിയില്ല. എല്ലാം റോഡ് മാർഗം, ആകാശത്തിലൂടെയല്ല, എല്ലാം റോഡ് മാർഗം. 3 മാസത്തോളം 2 തവണയും പോയത് ടോട്ടൽ കൂട്ടിയാൽ ഒരു 3 മാസത്തോളം. കാനഡ, ഇംഗ്ലണ്ട് 2 തവണ വിസ്തരിച്ചിട്ട്. ഇംഗ്ലണ്ട് അല്ലാണ്ട് അയർലൻഡിലോ സ്കോട്ട്ലൻഡിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇംഗ്ലണ്ടിൽ വിസ്തരിച്ചിട്ട് 2 തവണ. പിന്നെ യൂറോപ്പ് ഒട്ടുമുക്കാലും 1 തവണ യൂറോപ്പ്. പിന്നെ സിംഗപ്പൂർ, നേപ്പാൾ, അങ്ങനെ നമുക്കടുക്കിയുള്ള. അതിൻ്റെ ഇടയിൽ അമേരിക്കയിൽ പറഞ്ഞു 2 മാസത്തെ പറഞ്ഞല്ലോ, 3 മാസം പറഞ്ഞിട്ടോ. അത് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് എഴുതിയിട്ടുണ്ട് 5 പൈസ കയ്യിലില്ലാതെ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടുണ്ട് അമേരിക്ക. ഓട്ടോറിക്ഷയില്ല, ടാക്സിയിൽ 1-ാം കാറിൽ 5 പൈസ ഇല്ലാതെ എങ്ങനെ ധൈര്യം വന്നു? ഈ നാട്ടിലാണെങ്കിൽ ആ ധൈര്യം കിട്ടും. എൻ്റെ പെങ്ങളുടെ മകൻ, ഇപ്പം ഞാൻ വിഷമിച്ചു, അവരാരും വിഷമിച്ചിട്ടില്ല. അവരെല്ലാവരും പഠിച്ചത് തന്നെ വെളിയിലാണ്, ഉന്നത നിലക്ക്. അവരെ ചിലവിലാണ് ഞാൻ പോയിരിക്കുന്നത്, അല്ലാതെ എൻ്റെ പൈസക്ക്. അവർ വളരെ വലിയ പൊസിഷനില്ല അങ്ങേറ്റം. അതിൽ 2ാമത്തെ ഒരു മരുമകൻ അന്ന് IBM ആണ് ലോകത്തിലെ നമ്പർ 1. അതിൻ്റെ ഒരു ഡിവിഷൻ്റെ വൈസ് പ്രസിഡൻ്റായി. അത്ര ബുദ്ധിയും കഴിവും ഒക്കെ. പണത്തെ പറ്റി ബേജാറാവേണ്ട കാര്യമില്ല വിചാരിച്ചു. ഇല്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒരാൾക്ക് $20 ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുക. $20 അതിലപ്പുറം കൊടുക്കില്ല. ആദ്യം ഞാൻ പോയത് ബ്രിട്ടീഷ് എയർവേസിലാണ്. ഹീത്രോയിൽ ഒരു 10 മണിക്കൂർ അമേരിക്കൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 10 മണിക്കൂർ കാത്തു കിടക്കും. എൻ്റെ ഭാര്യയ്ക്ക് 1.5 മണിക്കൂർ ഇടവിട്ട് ചായ ഉറങ്ങി എണീക്കുന്നത് ചായ കുടിക്കാൻ. ഞാൻ ഹീത്രോയിൽ ലണ്ടൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവളോട് പറഞ്ഞു, നീ ചതിക്കരുത്, ഇവിടെ വെള്ളം കിട്ടും, വേണ്ടത്ര വെള്ളം കിട്ടും. ഒരു ചായ എന്ന് പറഞ്ഞാൽ $5 പോവും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ പൈസ ആസ്തിയല്ലേ, അതുകൊണ്ട് ചതിക്കരുത്. അതൊന്നും ബാധകമല്ല. അവൾ 2 ചായ കുടിക്കുമ്പോഴേക്കും ഈ പൈസ ഈ പൈസ തീർന്നു. പിന്നെ വിമാനത്തിൽ കയറിയാൽ പിന്നെ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. ചിക്കാഗോയിൽ ഇറങ്ങിയപ്പോൾ എന്നെ കൂട്ടാൻ മരുമോൻ വന്നിട്ടില്ല. എനിക്കറിയാവുന്ന ചിലരുണ്ട് സുഹൃത്തുക്കൾ, അവരുടെ ഫോൺ നമ്പറും. അവരാരും വിളിച്ചപ്പോൾ അവരാരും വീട്ടിലില്ല. അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ വീട്ടിലില്ല. മരുമകനെ വിളിക്കുമ്പോൾ
ആരും എടുക്കുന്നില്ല. ഒരു ചെറിയ കുട്ടി ഓൻ്റെ അതിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് ഞാൻ വേഗം ദേഷ്യം വരുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ വെളിയിലിങ്ങനെ നിന്നു. ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു എന്തായി. ഞാൻ പറഞ്ഞു എന്നെ കൂട്ടാൻ വരുന്ന ആൾ വന്ന് കാണുന്നില്ല, വരുമായിരിക്കും. ഞാനിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്നോടൊരു ദയ തോന്നി. വെള്ളക്കാരൻ ആണ്, ദയ തോന്നി. അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സിക്കാരനെ കണ്ടാൽ ഇങ്ങനെ പറയും ഇയാളുടെ സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോകാൻ. ആരും ഒടുവിൽ ഒരു സുമുഖനായ നീഗ്രോ, സുമുഖൻ, വെരി വെൽ ഡ്രസ്ഡ് വന്നു. അയാളോട് പോലീസുകാരൻ പറയുന്നു എൻ്റെ ഈ ഒരു വിഷമസ്ഥിതി. അപ്പോൾ പോലീസുകാരൻ എന്നോട് ചോദിച്ചു, എൻ്റെ മരുമകൻ്റെ വീട് സിറ്റി ലിമിറ്റ്സിന് തൊട്ട വെളിയിലാണ്. അയാൾ ചോദിച്ചു അവിടെ പോയാൽ ഇരട്ടിയാണ് ചാർജ് നിയമപ്രകാരം. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാൻ പിന്നെ അയാളോട് കടലാസിൽ എഴുതിയിട്ടിട്ട് മരുമകൻ്റെ ഇതാണ് ശരി, ഞാൻ കൊണ്ടുപോകാം. വളരാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഇയാളുടെ കാറിൽ പാട്ട് വെച്ചു. വളരെ അന്തത്തുള്ള സോഫ്റ്റായിട്ടുള്ള ക്ലാസിക്കൽ സംഗീതം, ബഹളമല്ല, ക്ലാസിക്കൽ. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു എന്നോട് ഫ്രം വിച്ച് കൺട്രി ആർ യു കമ്മിങ്. ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം ഇന്ത്യ. ഉടനെ അയാൾ പറഞ്ഞത് ഇതാണ്, ഇന്ത്യ ഓ ഗാന്ധി, ഇന്ത്യ ഓ ഗാന്ധി എന്നാണ്. ഒടുവിൽ വീടെത്താനാവുമ്പോൾ അയാൾ ഒരു പെട്രോൾ ബങ്കിൽ അന്വേഷിച്ചു, ഇവിടെ തന്നെ. അപ്പം മരുമകൻ കോടീശ്വരനാണ്, സ്വന്തമായ ഒന്നാന്തരം വലിയ ബംഗ്ലാവ്, സ്വന്തമായ പുറത്തും അകത്തും നീന്തൽക്കുളങ്ങൾ, വീട്ടിൽ തന്നെയും നീന്തൽക്കുളം, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഏർപ്പാടിനാണ്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആരും ഇല്ല, നിങ്ങൾക്ക് തരാൻ പൈസയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് എടുക്കത്താം, നിങ്ങൾ പറഞ്ഞ ദിക്കിൽ ഞാനെത്തിക്കും. അതിനും ഒരു ദുർമുഖമില്ലാത്ത ഇനീഗ്രോ ചെറുപ്പക്കാരത്താണ് വിളിച്ചു അയാൾ അഡ്രസ്സ്. അപ്പോഴാണ് എൻ്റെ മരുമകനും ഭാര്യയും വരുന്നത്. ട്രാവൽ ഏജൻറ്റ് പറ്റിച്ച അമളിയ അയാൾക്ക് പറ്റിയത്. പിറ്റേ ദിവസമാണ് ഞാൻ വരുന്നത്. തീയതി തെറ്റിപ്പോയി. അപ്പോഴാണോ മനുഷ്യൻ ഇത്ര മനോഹരമായ പദം എന്ന് തോന്നിയത്? ഈ ഇയാളുടെ ഡ്രൈവറുടെ പെരുമാറ്റം അതല്ല, അത് മംഗലാപുരത്ത് പഠിക്കുന്ന കാലത്ത് എഴുതിയ ഒരു കഥയാണ്. മനുഷ്യൻ അത് ഗോർക്കിയുടെ പ്രസിദ്ധമായ വരിയാണ്. ഗോർക്കിയുടെ പ്രസിദ്ധമായ. അപ്പോൾ ഇത്തരം അനുഭവമൊക്കെ ഉണ്ട്. എഴുതാനും ആത്മകഥയും ഒക്കെ എഴുതാം, പക്ഷേ എഴുതിയില്ല. സ്പീക്കർമാരായിട്ട് പ്രത്യേകം നല്ല ബന്ധങ്ങളാണ്. ജി കാർത്തികൻ സ്പീക്കറായിട്ട് നല്ല ആത്മബന്ധം, ശ്രീ ഷംസി സാറുമായിട്ട് നല്ല ബന്ധമാണ്. എന്ത് സ്പീക്കർമാരായിട്ടൊരു ശങ്കരനാരായണൻ തമ്പി ഉള്ളപ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ട് വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് കണ്ടിരിക്കുന്നു. അത്രയും കാർത്തികേയൻ സാറിന് കാർത്തികേയനുമായിട്ട് ആ ഫാമിലിയായിട്ട് വളരെ അടുത്ത ദീർഘകാലത്തെ ബന്ധം. അതുപോലെ ഷംസി സാറുമായിട്ട് കുറേ ഊഷ്മളമായ ബന്ധം.